നിങ്ങളുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അസ്ഗർ വസാഹത്തിന്റെ നല്ല രസകരമായിട്ടുള്ള ഒരു ഏകാംഗിയാണ്. ഈ ഏകാംഗിയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം. അപ്പൊ ഈ ഗ്യാൻമാർഗ് എന്ന ഏകാംഗിയിൽ നമ്മളോട് പറയുന്നത് 3 രാജകുമാരന്മാരിലൂടെയാണ് അല്ലെ. ഈ 3 രാജകുമാരന്മാരും പണ്ട് കാലത്ത് ഗുരുകുല സമ്പ്രദായമാണെന്ന് അറിയാലോ. ഈ ഗുരുവിന്റെ അടുക്കൽ നിന്ന് അറിവൊക്കെ നേടിയിട്ട് ഇവർ തിരിച്ച് തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ്. പക്ഷെ ഇങ്ങനെ മടങ്ങുന്നതിനിടയിലൂടെ ഇവർ ഈ കാട്ടിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് ഇവർക്ക് എവിടെ എത്തേണ്ടത്? തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തേണ്ടത്. എന്നാൽ അതിൽ ഒരു രാജകുമാരൻ ഇങ്ങനെ നടന്നു പോകുന്നതിനിടക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് കൊണ്ട് പറയാണ്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്ത് എത്ര കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് അറിവ് നേടുക എന്നത് അല്ലെ. നമുക്ക് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതും അതിൽ ഒരാൾക്ക് കുറച്ചൊരു കോംപ്ലക്സ് അടിച്ചിട്ട് പറയുന്നു, അത് ശരിയല്ല. എന്താണ്? നമ്മുടെ 3 പേരുടെ അറിവും തുല്യമല്ല, അത് 3 എന്ന് വെച്ചാൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവ് നേടിയിട്ടുള്ളത് എനിക്കാണ്, ഞാനാണ് ശരിയായ ജ്ഞാനി എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് ഇഷ്ടപ്പെടാതെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് വാക്ക് തർക്കമാകുന്നു. എന്ന് വെച്ചാൽ ആരെയും സമ്മതിച്ചു കൊടുക്കുവോ? 1ാമത്തെ രാജകുമാരനും 2ാമത്തെ രാജകുമാരനും 3ാമത്തെ രാജകുമാരനും തങ്ങളാണ് അറിവ് കൂടുതൽ എന്ന ചിന്തയായിരുന്നു. അങ്ങനെ ഇവർക്ക് തർക്കം മൂത്തു നിൽക്കുന്ന സമയത്താണ് ഈ കാട്ടിൽ ഒരു സിംഹത്തിന്റെ അസ്ഥി കാണുന്നു. അപ്പോൾ ഒരു രാജകുമാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും ആ അസ്ഥികൾ ഒരു സിംഹത്തിൻ്റെതാണ്. ഇത് കേട്ടതും മറ്റൊരു രാജകുമാരന്റെ അഭിപ്രായം, ഇത് വലിയ കാര്യമൊന്നല്ല അല്ലെ, അസ്ഥികൾ കണ്ടിട്ട് ഏത് മൃഗത്തിൻ്റെതാണെന്ന് ഈസി ആയിട്ട് പറയാം. പക്ഷെ എനിക്കിതിന് എന്ത് സാധിക്കും? എനിക്കിതിന് രക്തം നൽകാനും മാംസം നൽകാനും പിന്നെ അതിനെ ചർമ്മം കൊണ്ട് പൊതിയാനും എന്നെ കൊണ്ട് സാധിക്കും എന്നായി. അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ അറിവിന് വേണ്ടി അവിടെ തർക്കവും വാശിയുമായി. അങ്ങനെ ഒരു രാജകുമാരൻ ഇതിന് മന്ത്രം ചൊല്ലുന്നു, പറഞ്ഞതുപോലെ തന്നെ മന്ത്രം ചൊല്ലുന്നു, ആ രക്തം നൽകുന്നു, മാംസം നൽകുന്നു, അതിനെ ചർമ്മം കൊണ്ട് പൊതിയുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഈ അസ്ഥി എന്തായി? ഒരു സിംഹമായി. അങ്ങനെ ജീവനില്ലാതെ കിടക്കുന്ന ഒരു സിംഹം, പക്ഷേ വാശിയായി അവിടെ. അപ്പൊ ഒരു രാജകുമാരൻ എന്താ പറയുന്നത്? ഓ, നീ ഇതിന് രക്തവും മാംസവും ഒക്കെ നൽകിയെന്നല്ലേ ഉള്ളൂ. എൻ്റെ മന്ത്രം കൊണ്ട് എൻ്റെ അറിവ് കൊണ്ട് ഞാൻ ഇതിന് ജീവൻ നൽകും എന്നായി. അപ്പൊ ഇവിടെ എന്താണ് ഇവർ തമ്മിലുള്ള? ഇങ്ങനെ ഒരു സിംഹത്തിന് ജീവൻ നൽകിയാൽ നമ്മൾ അതിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവൻ തന്നെയാണല്ലോ അപകടത്തിലാകുന്നത്. എന്നാൽ ഇതൊന്നും നമ്മുടെ രാജകുമാരന്മാർ ചിന്തിക്കുന്നില്ല. അവരെന്തേ ചിന്തിക്കുന്നുള്ളൂ? ഞാനാണ് അറിവുള്ളവൻ, എനിക്കാണ് കൂടുതൽ അറിവ്, അത് മറ്റുള്ളവരെ തെളിയിക്കണം എന്ന വാശിയിലാണ് അവർ ഈ ചെയ്തു കൂട്ടിയതെല്ലാം. അപ്പോഴും ഒരു രാജകുമാരൻ അവരെ വിലക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ. അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാകുക? സിംഹം നമ്മളെ തന്നെ കഴിക്കും, അത് നമുക്ക് അപകടമാണ്, അത് വേണ്ട എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴും രാജകുമാരന് വാശിയാകുന്നു. അങ്ങനെ അതിലൊരു രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു, സിംഹത്തിന് ജീവൻ ലഭിക്കുന്നു. ജീവൻ ലഭിച്ചതും സിംഹം എന്ത് ചെയ്യുന്നു? ഇവരുടെ നേർക്ക് തന്നെ ഗർജിച്ചുകൊണ്ട് ചാടുന്നു. അങ്ങനെ ഇവർ അപകടത്തിൽ പെട്ടു എന്ന് 3 പേർക്കും മനസ്സിലാവുകയും ഇവർ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഇവരുടെ ഗുരുവായ ഗുരുജി വരുന്നത്. ഗുരുജി വന്ന് ഗുരുജിയോട് ഇവർ പറയുന്നു, ഹം സബ് സങ്കട്ട് മേ പട് ഗയേ ഹേ, ഞങ്ങൾ ഒരു അപകടത്തിൽ പെട്ടുപോയിരിക്കുന്നു. അപ്പൊ ഗുരുജി പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, മുझे पता है कि आप तुम लोगों के अंदर अहंकार अभी भी बाकी है. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എന്തുണ്ട്? അഹങ്കാരം ബാക്കിയാണ്. എല്ലാ അറിവുകളും നിങ്ങൾ നേടിക്കാണും, പക്ഷെ നിങ്ങളുടെ മനസ്സിലെ അറിവ് നേടി എന്ന ആ അഹങ്കാരമില്ലേ, അതിപ്പോഴും മാറിയിട്ടില്ല എന്ന കാര്യം ഗുരുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗുരു ഇവരുടെ പുറകിൽ ഇവരെ തുടർന്ന് സഞ്ചരിക്കാനുള്ള കാരണം. അങ്ങനെ ഗുരു തന്റെ അറിവിനാൽ ഈ സിംഹത്തിന് നേരെ മന്ത്രം ചൊല്ലുന്നു, സിംഹം ആടായി മാറുന്നു. അങ്ങനെ ഗർജിച്ചുകൊണ്ട് ഈ രാജകുമാരന്മാരെ തന്നെ കഴിക്കാൻ വന്ന സിംഹം ആടായി മാറുകയും 3 രാജകുമാരന്മാരുടെ ജീവൻ ഗുരുജി രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഗുരുജി ഈ ഏകാംഗിയുടെ അവസാനം ഒരു ഉപദേശം നൽകുന്നു. ഗുരുജി നൽകുന്ന സന്ദേശം ഇതാണ്, ജ്ഞാൻ തോ സബ്കി ഭलाई के लिए ही होता है, अपना या दूसरों को नुकसान करने वाले वह ज्ञान नहीं अज्ञान है. എന്ന് വെച്ചാൽ അറിവ് എന്ന് പറയുന്നത്, ജ്ഞാൻ എന്ന് പറയുന്നത് അറിവാണല്ലോ, അറിവ് എന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. തങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അപകടം വരുത്തി വെക്കുന്നത് അത് അറിവല്ല, അതെന്താണ്? അത് അറിവില്ലായ്മയാണ് എന്നാണ് ഗുരുജിയുടെ സന്ദേശം. അപ്പൊ ഇത് ഗുരുജിക്ക് മാത്രം ഉള്ളതല്ല, നിങ്ങൾക്കും എനിക്കും ഇതുപോലെ പഠിക്കുന്നവർക്കും ഈ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശമാണ്.
ज्ञान सबकी भलाई के लिए ही होता है.